ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമല്ലേ? കുറേ ദിവസമായി ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ നമ്മൾ ഇന്ന് നുസാൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഒരു ലോങ് വീഡിയോ ചെയ്യാൻ വിചാരിച്ചു. അങ്ങനെ നമ്മുടെ അൽഹംദുലില്ലാ നുസ മോൾക്ക് പിന്നെ 3 വയസ്സായി. അങ്ങനെ ചെറിയൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ ആക്കാൻ വിചാരിച്ചിന്. അങ്ങനെ ഇതാണ് ഓളെ ബർത്ത്ഡേൻ്റെ ഔട്ട്ഫിറ്റ്. പിന്നെ കുറേ ആൾക്കാരെല്ലാം എൻ്റെ മോൾക്ക് വിഷാക്കിയിട്ടുണ്ട്. എല്ലാവർക്കും ഒന്നും കൂടെ താങ്ക് യു വെരി മച്ച്. അങ്ങനെ നമ്മളെ നുസ മോൾക്ക് 3 വയസ്സായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വലിയ സെലിബ്രേഷനൊന്നും ഇല്ല, അങ്ങനെ ചെറുതായിട്ടൊന്ന് ആഘോഷിക്കാൻ വിചാരിച്ചു. അങ്ങനെ പിള്ളേർക്ക് എപ്പോൾ ഇതന്നെ ബർത്ത്ഡേ ആഘോഷത്തിൻ്റെ തന്നെ കാര്യം പറയാനുള്ളത്. എപ്പോൾ ഇതന്നെ പറഞ്ഞുകൊണ്ടുണ്ടാവും ഇടയ്ക്കിടയ്ക്ക് ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നമ്മൾ ഒരു മന്തി ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുണ്ടായിന്. അങ്ങനെ ഒരു ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിന്. അങ്ങനെ ഇനി ഒരു ദിവസം തലേദിവസം പിന്നെ തന്നെ ചിക്കനെല്ലാം വരഞ്ഞിട്ടിട്ട് ഇനി മസാല എല്ലാം ഇട്ട് പിന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, പിന്നെ പുതിന, മല്ലിച്ചപ്പ് അതെല്ലാം മിക്സിയിൽ അരച്ചതാണ്. തക്കാളി, ഉള്ളി അതെല്ലാം. എന്നിട്ട് ഒരു മാഗി ക്യൂബും ഇട്ട് കുറച്ച് വിനാഗിരിയും മുളക് പൊടിയും പിന്നെ കുറച്ച് ഓയിലും കൂടെ ഒഴിച്ച് നല്ലോണം മിക്സാക്കിയിട്ട് നമ്മൾ ഈ ചിക്കന് അതിലേക്ക് ഇട്ടിട്ട് ഉപ്പിട്ട് ഈ മിക്സ് എല്ലാം ആക്കിയിട്ടായിട്ട് നമ്മൾ വരഞ്ഞ് വെച്ച ചിക്കനില്ലേ അതിലേക്ക് ഒന്ന് തേച്ച് വെക്കാം. നല്ലപോലെ ചിക്കനിലേക്ക് എല്ലാ ഭാഗത്തേക്കും നല്ലപോലെ തേച്ച് കൊടുക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ ഇത് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെക്കാം. അങ്ങനെ വെക്കണമെന്നില്ല, ഏകദേശം ഒരു 2 മണിക്കൂർ വെച്ചാലും മതി. എന്നാലും ഞാൻ ഇത് കുറച്ച് രാത്രി തന്നെ മിക്സാക്കിയിട്ട് വെച്ച്. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ഞാൻ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിലിട്ടിട്ട് പിന്നെയും കുറച്ച് മുളക് ഇട്ടിട്ട്, ചുവന്ന മുളക് മാത്രം അതിട്ടിട്ട് പിന്നെയും ഒന്ന് മിക്സാക്കിയിട്ട് നമ്മൾ ചിക്കന് വേകാൻ വെച്ച്. അങ്ങനെ നമ്മൾ ചിക്കന് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അങ്ങനെ ചിക്കന് വെന്തിട്ടാകുമ്പോൾ തന്നെ ചിക്കനിന് വെള്ളമെല്ലാം ഇറങ്ങിയിട്ട് വരും. പിന്നെ ആ ഇടി ചിക്കൻ തന്നെ അത് വേറെ കുറച്ച് കഷ്ണം ചിക്കനും കൂടി ഞാൻ ഇതിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ. അത് കുറച്ച് കൂടി ആളധികമുള്ളതാണ് അങ്ങനെ ചെയ്തത്. അങ്ങനെ അതിൽ നിന്ന് നമ്മൾ ചിക്കനെല്ലാം എടുത്തിട്ട് ഒന്ന് ഷാലോ ഫ്രൈയും കൂടെ ചെയ്ത്, പിന്നെ ആദ്യം പീസെല്ലാം എടുത്ത് ഷാലോ ഫ്രൈ ചെയ്ത്, പിന്നെ ഫുൾ ചിക്കൻ എടുത്തിട്ട് ഷാലോ ഫ്രൈ ചെയ്തു. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ച റൈസ് ഉണ്ടായിന്, അത് ഒന്ന് ആദ്യം ആ ചിക്കൻ്റെ വെള്ളത്തിലിട്ടിട്ട് ഒന്ന് മിക്സാക്കി ചിക്കനിലെ ആ ഗ്രേവിയിലേക്ക് നമ്മൾ റൈസ് ഇട്ടിട്ട് ഒന്ന് നല്ലപോലെ മിക്സാക്കുക. പിന്നെ ദമ്മിൽ വെക്കുക. ഈ ചിക്കൻ ഷാലോ ഫ്രൈ ചെയ്ത് ചിക്കനെല്ലാം മുകളിൽ വെച്ചിട്ട് കുറച്ച് ഒരു 5-10 മിനിറ്റ് നമുക്ക് ദമ്മിട്ട് വെക്കാം. അപ്പോൾ നമ്മുടെ മന്തി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മൾ കുട്ടീസിനെല്ലാം ചോറും പിന്നെ ഫ്രൈയെല്ലാം വിളമ്പി കൊടുത്തു. ഇവർക്കെല്ലാം നല്ല ഇഷ്ടപ്പെട്ടിന്. അതിന് കൂട്ടായിട്ട് പിന്നെ മയണൈസും പിന്നെ തക്കാളി ചട്നിയും ഉണ്ടാക്കിയിട്ടുണ്ടായിന്. അങ്ങനെ എല്ലാം പിന്നെ സെലിബ്രേഷനായിട്ട് കുറേ ആൾക്കാരൊന്നും ഉണ്ടായിട്ടാണ്. എൻ്റെ ഉമ്മ ഉണ്ടായിന്, പിന്നെ എൻ്റെ 2 ആങ്ങളുടെ പിള്ളേരും ഉണ്ടായിന്, പിന്നെ എൻ്റെ പിള്ളേരും. അത്ര തന്നെ ആൾക്കാരുണ്ടായത്. അങ്ങനെ പിള്ളേർക്കെല്ലാം ഫുഡെല്ലാം വിളമ്പിക്കൊടുത്ത് പിള്ളേരെല്ലാവരും വട്ടത്തിലിരുന്നിട്ട് കഴിച്ചു. അപ്പോൾ ഇന്നത്തെ നമ്മളെ ബർത്ത്ഡേ സെലിബ്രേഷൻ കഴിഞ്ഞു. പിന്നെ കേക്ക് മുറിക്കലോ അതൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ബർത്ത്ഡേ എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ വെക്കേഷനെല്ലാം കിട്ടീന് മദ്രസും സ്കൂളെല്ലാം. അതുകൊണ്ട് ഞാൻ എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലേക്കാണ് പോയത്. അങ്ങനെ പിള്ളേരെല്ലാം കൂട്ടിയിട്ട് നമ്മൾ നേരെ എൻ്റെ വീട്ടിലേക്ക് വിട്ടു ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ആക്കാനും സബ്സ്ക്രൈബ് ആക്കാനും മറക്കരുത്. പിന്നെ ഇത് നുഹാൻ്റെ സ്കൂളിലെ പിന്നെ സെലിബ്രേഷനാണ്, ഫുഡ് സെലിബ്രേഷൻ.
അങ്ങനെ അതും അടിപൊളിയായിട്ട് ഇവിടെ നടന്നിട്ടുണ്ട്. കുറേ ആൾക്കാർ പലതരത്തിലുള്ള ഫുഡാണ് കൊണ്ടുവന്നത്. ഇങ്ങനെ നുഹാക്കെല്ലാം കുറേ ഫുഡെല്ലാം കിട്ടീന്, വയറെല്ലാം നിറഞ്ഞ്, പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിന്, അങ്ങനെയെല്ലാം പറഞ്ഞിന്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നത്. ഓക്കെ, ബൈ, താങ്ക് യു.